സാറ് തെറ്റിദ്ധരിക്കരുത്. മുൻപൊരു ക്ലാസ് ടീച്ചർ അവന് സ്ഥിരമായിട്ട് ചോറ് കൊണ്ടു കൊടുക്കുമായിരുന്നു. വല്ലാത്തൊരു സ്നേഹമായിരുന്നു അവൻ അവരോട്. അവസാനം ആ ടീച്ചർ ആ സ്കൂളിൽ നിന്ന് പോയി. അതോടെ അവന്റെ അന്നവും മുട്ടി. പാവം വല്ലാതെ പ്രയാസത്തിലായി. Butterflies. Something different. പൗലോസ് എന്താ അവിടെ നിന്ന് പരുങ്ങുന്നേ? അല്ല, മാഡത്തിന് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ ആവശ്യമുള്ളപ്പോ ഞാൻ വിളിക്കാം. ഇയാൾ പോ. ഓ, എന്നും കർത്താവ് അവന് സങ്കടങ്ങൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഏതോ ഒരു വലിയ വീട്ടിലെ കൊച്ചനാ. അതവന്റെ മുഖം കണ്ടാൽ അറിയാം. ഏതോ രാജകീയ രക്തം അവൻ്റേത്. എന്റെ മുന്നിലല്ലാതെ ഒരിക്കലും അവൻ കരയത്തില്ല. ആരോടും ഒന്നും ആവശ്യപ്പെടുകയുമില്ല. പ്രായത്തിൽ കവിഞ്ഞൊരു പക്വതയുണ്ട് എന്റെ കൊച്ചിന്. എന്റെ കയ്യിൽ അവന് കിട്ടുമ്പോ കഷ്ടിച്ചൊരു മാസം പോലും തികഞ്ഞിട്ടില്ല. അന്നു മുതല് ദുഃഖങ്ങൾ മാത്രം അവന്റെ സമ്പാദ്യം. പിറ്റേന്ന് തന്നെ അവനെ ദത്തെടുക്കാനായിട്ട് ഒരു കുടുംബം വരാനിരുന്നതാ. പക്ഷെ അവർക്ക് എത്താനായില്ല. വഴിക്ക് വെച്ചൊരു ആക്സിഡന്റില് അവര് മരിച്ചു. അന്നു മുതല് അവനെ ഞാൻ വളർത്തി. എന്റെ ഈ കൈകളിൽ കിടന്ന് അവൻ വളർന്നത്. മുലപ്പാലിന് പകരം ആട്ടിൻപാല് കൊടുത്തു. പള്ളിയിൽ അടിച്ചു വാരാൻ വന്നിരുന്ന മറിയക്കുട്ടിക്ക് അവന്റെ അതേ പ്രായത്തിൽ ഒരു കുട്ടിയുണ്ടായിരുന്നു. ഞാൻ അവളെ കണ്ട് യവനും കൂടെ പാല് കൊടുക്കാവോ എന്ന് ചോദിച്ചു. അങ്ങനെ ഏതാണ്ട് 2 ആഴ്ചയോളം മറിയക്കുട്ടിയുടെ പാല ആ മാട്ടിൻ കുടിച്ചത്. പക്ഷെ അവിടെയും വിധി അവനെതിരായിരുന്നു. 2 ആഴ്ച കഴിഞ്ഞപ്പോ ഏതോ ദീനം വന്ന് മറിയക്കുട്ടിയുടെ കുഞ്ഞ് മരിച്ചു. അതോടെ അവൾക്കിവനെ കണ്ണി കാണാൻ മേലാതായി. പിന്നെ ആരും അവനെ ദത്തെടുക്കാൻ വന്നില്ല. പക്ഷെ അപ്പോഴേക്കും അവൻ എന്റെ മോനായി കഴിഞ്ഞിരുന്നു. എന്റെ ചങ്കിൽ എനിക്ക് പിറന്ന എന്റെ സ്വന്തം മകൻ. ഓർഫനേജിലാക്കാൻ വല്ലാത്തൊരു മടി തോന്നി. ആക്കിയില്ല. അതും വലിയൊരു തെറ്റായിപ്പോയി സാറേ. കാരണം പ്രായം കൂടിയപ്പോ പള്ളിയിൽ എന്റെ സ്ഥാനവും പോയി. സ്ഥാനം പോയ വികാരിയച്ഛൻ അഗതിയ, വെറും ഒരു അഗതി. ഞങ്ങൾക്ക് സഭയുടെ വക ഒരു ഓൾഡ് ഏജ് ഹോമുണ്ട്. അല്ലെങ്കിൽ പള്ളിയിലൊരു മുറി. ഇടവകക്കാര് സ്നേഹം കൊണ്ട് തരുന്ന ആഹാര സാധനങ്ങൾ. ഒരർത്ഥത്തിൽ ദാനം. പക്ഷേ ദൈവത്തിന്റെ പേരും പറഞ്ഞ് കൈനീട്ടുന്ന ശീലം പണ്ടേ എനിക്കില്ല. എന്നെ ബോറടിച്ചു തുടങ്ങിയോ? എന്താ ഫാദർ ഈ പറയുന്നേ? ഇത്രയും വലിയൊരു മനുഷ്യനെ ഞാൻ കാണുന്നത് തന്നെ ആദ്യമായിട്ടാ. വലിയ മനുഷ്യരാരുമില്ല സാറേ. വലിയവൻ കർത്താവ് മാത്ര. എല്ലാം കണ്ട് ചിരിച്ച് ചിരിച്ച്
അങ്ങനെ അങ്ങ് ഇരിക്കും. പാവകളെ പോലിട്ടങ്ങ് തട്ടും. ഒരർത്ഥത്തിൽ പറഞ്ഞ പുരോഹിതൻ എന്ന നിലയ്ക്ക് ഞാനൊരു പരാജയ. കാരണം ഭൂമിയിലുള്ള ഒരു വസ്തുവിൽ ഞാൻ അറിയാതെ എന്റെ മനസ്സുടക്കിപ്പോയി. മാർട്ടിൻ എന്ന എന്റെ വളർത്തുമകനിൽ. അതിലെന്താ ഫാദർ തെറ്റ്? അത് തെറ്റ് തന്നെയാ. എല്ലാത്തിനോടുള്ള ആസക്തി നശിക്കുമ്പോഴാ ഒരാൾ ദൈവത്തിങ്കിൽ എത്തിച്ചേരുന്നത്. അതെങ്ങനെ തെറ്റാകും ഫാദർ? ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അങ്ങ് അവന്റെ പിതാവ് തന്നെയല്ലേ? അതൊക്കെ ശരിയാ ടീച്ചറെ. പക്ഷേ ഭൂമിയിലെ എല്ലാ മനുഷ്യരെയും ഒരേപോലെ സ്നേഹിക്കാനാ കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ആ കൽപ്പന ഞാൻ തെറ്റിച്ചു. അതുകൊണ്ട് തന്നെയാ എന്റെ കൊച്ചിന് വിട്ടുമാറാത്ത ദുരന്തങ്ങൾ ഉണ്ടാകുന്നത്. അങ്ങനെയൊന്നും അല്ല ഫാദർ. ഫാദർ ഒരിക്കലും അങ്ങനെയൊന്നും ചിന്തിക്കരുത്. കാരണം അവന് അങ്ങ് മാത്രമല്ലേ ഉള്ളൂ. അത് തന്നെയാ സാറേ എന്റെ വിഷമവും. എന്റെ കാലം കഴിയാറായി. പള്ളിയിൽ എന്റെ കല്ലറയുടെ പണി നടക്കുക. ഒരു അമേരിക്കക്കാരന്റെ സംഭാവന. വല്യച്ഛന് സുഖമായി അന്ത്യവിശ്രമം കൊള്ളാൻ മാർബിൾ പാകിയ ശവക്കല്ലറ. ആ ശവക്കല്ലറയ്ക്ക് മുകളിൽ കുറെ പൂക്കളുമിട്ട് ശവമടക്കിനെത്തിയവർ പിരിഞ്ഞു പോയി കഴിയുമ്പോ എന്റെ കൊച്ചൻ എന്ത് ചെയ്യും? ആരവനെ വളർത്തും? 16 വയസ്സ് കഴിഞ്ഞവർക്ക് ഒരു ഓർഫനേജ് പോലും സ്ഥാനം കിട്ടില്ല. ഫാദർ. അതെ സാറേ, ഞാനിതൊക്കെ സാറിനോട് പറയുന്നത് മറ്റൊന്നിനും വേണ്ടിയല്ല. നാളെ ഞാനൊരു ഓർമ്മയായി തീർന്നാലും അവന് കയറിക്കിടക്കാനൊരിടം വേണം. ഒരു കൊച്ചു വീട്. ഇടുക്കി പോലൊരു സ്ഥലം അവന് വേണ്ട. ഇവിടെ ആവുമ്പോ മനുഷ്യ സ്നേഹമുള്ള ടീച്ചറുണ്ട്. ഈ സ്കൂളിൽ ഒരുപാട് കൂട്ടുകാരും ഉണ്ടാവും. എല്ലാവരും കൂടെ അവനെ സ്നേഹിക്കുമല്ലോ. അവിടെയാണെങ്കിൽ എന്റെ ഓർമ്മകൾ അവനെ തളർത്തും. അതുകൊണ്ട് ഇവിടെ എവിടെയെങ്കിലും ചെറിയൊരു വീട് വിൽക്കാനുണ്ടെങ്കിൽ ഞാനത് വാങ്ങും. എന്റെ മോന്റെ പേരിൽ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ടീച്ചറെ, ആരോടെങ്കിലും അതൊന്ന് പറഞ്ഞ് ഏർപ്പാടാക്കി തരണം. ഫാദർ, ഇവിടെ വീടെന്നൊക്കെ പറയുമ്പോ ഫാദറിന് അറിയാലോ, ഇതൊരു വലിയ സിറ്റിയാണ്. എത്ര ചെറിയ വീടാണെങ്കിലും ഒരു 10-20 ലക്ഷമെങ്കിലും കൊടുക്കേണ്ടി വരും. അതിനെന്താ, ആയിക്കോട്ടെ. 20 അല്ല, ഒരു 25 വരെ ആയിക്കോട്ടെ. പക്ഷേ ഫാദർ, ഇത്രയും വലിയൊരു തുക. ഒരു വീട് അവന് ആവശ്യമാണ്. എങ്കിലും ഇത് കഴിഞ്ഞ ദിവസാ സാറേ കല്ലറയുടെ പണി തുടങ്ങിയത്. അന്ന് രാത്രി മുഴുവനും ഞാൻ ഇതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചത്. കല്യാണം വേണ്ടെന്ന് വെച്ച് നിത്യബ്രഹ്മചാരിയായി തീർന്ന എനിക്ക് എന്റെ വാർദ്ധക്യത്തിൽ ദൈവം ഒരു മകനെ തന്നു. അവന്റെ ഉത്തരവാദിത്വം നിറവേറ്റേണ്ട ചുമതല എനിക്കാ. കർത്താവ് എന്നെ അത് ഏൽപ്പിച്ചിരിക്കുന്നേ. എനിക്കത് നിറവേറ്റിയേ പറ്റൂ. സാറേ, കാണുമ്പോഴൊക്കെ ഞാൻ അവനെ ചീത്ത വിളിക്കും. ഒരുത്തം കെട്ടവനെ സാത്താന്റെ സന്തതിന്നൊക്കെ വിളിക്കും. എന്തിനാണെന്നോ, ഞാൻ അവനെ സ്നേഹിക്കുന്നില്ല എന്ന് അവന് തോന്നണം. ഇന്ന് വരെ അവൻ പഠിച്ച എല്ലാ സ്കൂളിലും എല്ലാ വിഷയത്തിലും അവനായിരുന്നു ഒന്നാമൻ. പഠിക്കാൻ മാത്രമല്ല, ഓടാനും ചാടാനും എല്ലാത്തിനും. പക്ഷേ വെറും ഒരു തെണ്ടിച്ചക്കൻ ഒന്നാമനാകുന്നത് ആർക്കും സഹിക്കുകയല്ല ടീച്ചറെ. അതുകൊണ്ട്
മറ്റുള്ളവർ അവനെ ദ്രോഹിക്കും. എന്റെ മകൻ എന്റെ വഴക്കും ചീത്തയും കേട്ടാ പിന്നെ ഒന്നിനും ഒരു ശ്രദ്ധയും ഉണ്ടാകുകയില്ല. അവൻ പിന്നെ ഒന്നാമനാകത്തേയില്ല. അതെ സാറേ, ഒന്നാമനാവാത്തൊരു മോനെയാ എനിക്കിനി ആവശ്യം. അച്ചോ, അവൻ തെണ്ടിച്ചെടുക്കുന്നല്ല അച്ചോ. ഞങ്ങളെല്ലാവരും ഇനി അവന്റെ ഒപ്പം ഉണ്ടാകും. ഈ സ്കൂളിലെ ഒന്നാമൻ അവനാകണം, നമ്മുടെ മാർട്ടിൻ. അതെ ഫാദർ, അവന്റെ വീടിന് വേണ്ടിയുള്ള അന്വേഷണം ഇന്ന് തന്നെ ഒരാളെ ഞാൻ ഏൽപ്പിക്കും. എന്നാലും അത്രയും പണം ഈ വൃദ്ധൻ എങ്ങനെ കണ്ടെത്തുമെന്ന് അല്ലേ? കർത്താവ് എനിക്ക് അവന് തന്നതുപോലെ അവന് ഈ സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയതുപോലെ ഒരത്ഭുതം വീണ്ടും സംഭവിച്ചിരിക്കുന്നു. കർത്താവ് എന്നും അങ്ങനെ എന്റെ ഒരാവശ്യം പോലും നിറവേറ്റി തരാതിരുന്നിട്ടില്ല. അത്ഭുതകരമായിട്ട് തന്നെ നടക്കും. അവനൊരു വീട് വേണമെന്ന് എന്റെ മനസ്സിൽ തോന്നിയ അന്ന് തന്നെ കർത്താവ് വീണ്ടും ഒരു അത്ഭുതം പ്രവർത്തിച്ചു. എന്താ ഫാദർ അത്? അത്രയും വലിയൊരു തുക എനിക്ക് തരാമെന്നൊരു വലിയ മനുഷ്യനേറ്റു. മഹാമനസ്കനായൊരു വലിയ മനുഷ്യൻ. കർത്താവ് അദ്ദേഹത്തെ എന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയെന്ന് പറയുന്നതാവും ശരി. അതാരാ ഫാദർ? ഇത്ര വലിയൊരു തുക, അതും സംഭാവനയായിട്ട്? സാറേ, മോളേന്ന് വിളിച്ചോട്ടെ. തീർച്ചയായും, ഞാനും അത് കേൾക്കാൻ കാത്തിരിക്കുകയായിരുന്നു. മോളിത് ആരോടും പറയില്ലെങ്കിൽ, കർത്താവിന് മനസ്സിൽ വിചാരിച്ച് ഉറപ്പിക്കുമെങ്കിൽ ഞാനൊരു സത്യം പറയാം. ചെറിയൊരു സഹായം ഞാനും അദ്ദേഹത്തിന് ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. ഇല്ലച്ചോ, അച്ഛന് ധൈര്യമായിട്ട് പറയാം. ഈ ലോകത്ത് ഇത് മറ്റൊരാൾ അറിയില്ല. മോളെ, മറ്റാരൊക്കെ ഇതറിഞ്ഞാലും എന്റെ കൊച്ചനിതറിയരുത്. ഇല്ലച്ചോ, ഇതൊരിക്കലും മാർട്ടിന് അറിയില്ല. കർത്താവാണേ സത്യം. ആ മനുഷ്യന് ഒരു കുഞ്ഞ് മാത്രമേ ഉള്ളൂ. കണ്ണിലെ കൃഷ്ണമണി കാക്കും പോലെ അവരാ കുഞ്ഞിനെ സ്നേഹിക്കുന്നു. ഒത്തിരി ഒത്തിരി സ്നേഹത്തോടെ ജീവിക്കുന്നു. പക്ഷേ ആ സ്നേഹം എന്നേക്കുമായി നഷ്ടമാകാതിരിക്കാൻ മറ്റൊരാളുടെ ശരീരത്തിൽ നിന്ന് ഒരവയവം അവർക്ക് വേണം. ഒരു കിഡ്നി. അതെ മോളെ, അത് ഞാൻ എന്റെ കിഡ്നി അവർക്ക് കൊടുക്കാൻ തീരുമാനിച്ചു. പകരം അവരെന്റെ മോന് വീട് വാങ്ങാനുള്ള പണം തരുമല്ലോ. എനിക്കത് മതി, അത് മതി. മോളെ, എന്നാ അച്ഛൻ അങ്ങോട്ട് ഇറങ്ങുക. മോളുടെ വിലപ്പെട്ട സമയം ഞാൻ വെറുതെ പാഴാക്കി കളഞ്ഞൂലേ. ആ പിന്നെ ഞാൻ ഈ ബിസ്ക്കറ്റിൽ നിന്ന് കുറച്ചങ്ങോട്ട് എടുക്കുക. എന്റെ മോനെ അവിടെ പുറത്ത് കാത്തിരിക്കുക. അവന് ബിസ്ക്കറ്റ് എന്ന് വെച്ചാൽ വലിയ ഇഷ്ടമാ. പാവം തിന്നോളും.
എടാ കുരുത്തം കിട്ടുവാനെ, ഇങ്ങോട്ട് വാടാ. ഇങ്ങോട്ട് വരാ. എടാ കുരുത്തം കിട്ടുവാനെ, നിന്റെ എല്ലാ കള്ളത്തരങ്ങളും ആ പ്രിൻസിപ്പൽ ടീച്ചർ എന്നോട് പറഞ്ഞു. എന്നതാ അച്ചു പറഞ്ഞേ? എടാ നിനക്ക് ആ കൊച്ചു കുഞ്ഞ് പഴയ തീറ്റ സാധനമാണോടെ തരുന്നേ? എടാ ചോദിച്ചതിന് ഉത്തരം പറയടാ ചേർക്ക, ആണോ അല്ലയോ? അത് പിന്നെ അച്ചു കടയിൽ ബാക്കി വന്നതാ, കളയണ്ടല്ലോ എന്ന് കരുതി. കളയണ്ടല്ലോ എന്ന് കരുതി? നീ ഒരു മനുഷ്യനല്ലോടാ. നീ എന്താ വേസ്റ്റ് ബോക്സ് ആണോ വലിച്ചും പുളിച്ചോക്കും കൊണ്ട് തട്ടാൻ? എടാ മോനെ, നല്ല ഒന്നാന്തരം ബിസ്ക്കറ്റാ. തിന്നോ, തിന്നോ, തിന്നടാ ചെറുക്ക. ഒന്ന് വേഗം തിന്നടാ. ഇതെന്താ വല്ല രുചിനോക്കൽ മത്സരമാണോ? കഴിക്കടാ അങ്ങോട്ട്. ഞാനും ഇന്ന് കൊച്ചുകുഞ്ഞിന്റെ അടുത്തോട്ട് വരുന്നുണ്ട്. നമുക്കിന്ന് അവിടെ കൂടാം. കൊച്ചുകുഞ്ഞിനെ എനിക്കൊന്ന് കാണുകയും വേണം. അയ്യോ അതൊന്നും വേണ്ടച്ചോ, അയാൾ ആളൊരു പാവാ. ചീത്ത പറയാനൊന്നും അല്ലട ചെറുക്ക. നിന്നെ ഇത്രയും കാലം കൂടെ താമസിപ്പിച്ച ആളല്ലേ, ഒന്ന് കണ്ടേക്കാന്ന് വരുതി, അത്രമാത്രം. പിന്നൊരു കാര്യം, ഇന്ന് നീ സ്കൂളിൽ വിട്ടേച്ച് നേരെ ആ കൊച്ചിനെ പോയി കണ്ടേക്കണം. ആശുപത്രി പോയേച്ച് നീ ചായക്കട വന്നാ മതി. അയ്യോ ഞാൻ അവളെ അതിനൊന്നും ചെയ്തില്ലച്ചോ. എടാ കുരുത്തം കെട്ടോനെ, വന്നു വന്ന് നീ എന്റെ അടുത്ത് ന്യായം പറഞ്ഞു തുടങ്ങിയോ? മര്യാദയ്ക്ക് പറഞ്ഞത് കേട്ടോണം. കേട്ടോടാ സാത്താന്റെ സന്തതി. ചെറുകാലം ചെമ്മാറും തൊട്ടുപായുമ്പോൾ ചിറകേകും പലമോഹം ഈ ഹൃദയം ചൊല്ലുമീ നേരം. Baby, oh come with me. Hey, no, no, can't let you be. Run away to fly with me, be a butterfly. Tell me,